സ്വന്തം രാജ്യത്ത് ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ ഗതിയില്ലെങ്കിലും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന കാര്യത്തിൽ പാകിസ്ഥാൻ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഇന്ത്യൻ അതിർത്തിയിൽ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന തിരക്കിട്ട സൈനിക നീക്കങ്ങൾ നൽകുന്ന സൂചനയും അതുതന്നെയാണ്. സ്വന്തമായി ഒരു വെടിയുണ്ട പോലും നിർമ്മിക്കാൻ കഴിയില്ലെങ്കിലും തുർക്കിയുടെയും ചൈനയുടെയും അത്യാധുനിക ആയുധങ്ങൾ കടം വാങ്ങി അതിർത്തിയിൽ വിന്യസിച്ച് ഇന്ത്യയെ വെല്ലുവിളിക്കാനാണ് പാക് സൈന്യത്തിന്റെ ശ്രമം. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഇന്ത്യയുടെ സീറോ ലൈനിന് തൊട്ടടുത്തായി പാകിസ്ഥാൻ ഇപ്പോൾ തുർക്കി നിർമ്മിത ബൈറാക്തർ TB2 കോംബാറ്റ് ഡ്രോണുകളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 19 മുതൽ 21 വരെയുള്ള ദിവസങ്ങളിൽ തുർക്കി വ്യോമസേനയുടെ പടുകൂറ്റൻ ഗതാഗത വിമാനങ്ങൾ പാകിസ്ഥാനിലെ റാവൽപിണ്ടി, കറാച്ചി, ചക്വാൾ തുടങ്ങിയ സൈനിക താവളങ്ങളിൽ ഇറങ്ങിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ വിമാനങ്ങളിലാണ് അതീവ രഹസ്യമായി തുർക്കി ഡ്രോണുകൾ അതിർത്തിയിൽ എത്തിച്ചത്. ഇന്ത്യൻ പ്രതിരോധത്തിലെ പഴുതുകൾ കണ്ടെത്താനും നമ്മുടെ ക്യാമറകളുടെയും സെൻസറുകളുടെയും കണ്ണ് വെട്ടിച്ച് നിരീക്ഷണം നടത്താനുമാണ് ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള ഈ ഡ്രോണുകളെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. വെറും നിരീക്ഷണത്തിന് മാത്രമല്ല, കൃത്യതയോടെ മിസൈലുകൾ വർഷിച്ച് ആക്രമണം നടത്താനും ഇത്തരം ഡ്രോണുകൾക്ക് സാധിക്കും. ഗുജറാത്ത് അതിർത്തിയായ സർക്രീക് മേഖലയിൽ അബാബിൽ ദി ഡിവൈൻ സ്ട്രൈക്ക് എന്ന പേരിൽ പാകിസ്ഥാൻ പുതിയൊരു നാവിക സൈനിക പദ്ധതി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ കേവലം തുർക്കി ഡ്രോണുകൾ മാത്രമല്ല, ചൈനീസ് നിർമ്മിത ആധുനിക ഹോവർക്രാഫ്റ്റുകളും അതിവേഗ നാവിക ബോട്ടുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ പാകിസ്ഥാൻ വിന്യസിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ ഉപയോഗിച്ച ഇന്ത്യക്കെതിരെ വലിയൊരു പ്രകോപനത്തിനാണ് പാകിസ്ഥാൻ മുതിരുന്നത്. തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും ചേർന്ന് അടുത്തിടെ ഒപ്പുവെച്ച മക്ക ജോയിന്റ് ഡിഫൻസ് പാക്ടിന് പിന്നാലെയാണ് അതിർത്തിയിലെ പാകിസ്ഥാന്റെ ഈ നീക്കങ്ങൾ. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു പുതിയ പ്രതിരോധ സഖ്യം ഉണ്ടാക്കി ഇന്ത്യയെ വിരട്ടാമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. എന്നാൽ സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരു രാജ്യം വിദേശ രാജ്യങ്ങളുടെ ആയുധങ്ങൾ വാടകയ്ക്കെടുത്ത് നടത്തുന്ന ഈ ഗൂഢ നീക്കങ്ങളെ അതിസൂക്ഷ്മമായിട്ടാണ് ഇന്ത്യൻ സൈന്യം നിരീക്ഷിക്കുന്നത്. അതിർത്തി കടന്നൊരു പ്രകോപനത്തിന് മുതിർന്നാൽ തുർക്കിയുടെ ഡ്രോണുകൾ മാത്രമല്ല, വൻ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന കൃത്യമായ സന്ദേശം ഇതിനോടകം തന്നെ ഇന്ത്യൻ പ്രതിരോധ സേനകൾ നൽകിക്കഴിഞ്ഞു. മിസ്റ്റർ സിസ്റ്റം